നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, സാറിനെ കൊണ്ട് ഞാൻ തോറ്റു. പൂജിച്ച കുങ്കുമം മുഴുവനും താഴെ വീണു. ഇനി എന്തൊക്കെ അനർത്ഥങ്ങൾ വരുമെന്ന് ആർക്കറിയാം. അനർത്ഥം ഒലക്കട മൂട്. എടി അന്ധവിശ്വാസി, തറ വീണ കുങ്കുമം എടുത്തങ്ങ് തൊട്ടാ പോരെ. താഴെ വീണ പ്രസാദം എടുക്കാൻ പാടില്ല. നമ്മളൊക്കെ ചവിട്ടുന്ന ഇടമല്ലേ. നിന്റെ നെറ്റിയിൽ ആവശ്യത്തിൽ കൂടുതൽ കുങ്കുമം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ലിപ് ലോക്ക് കിസ് ചെയ്താൽ നിന്റെ നെറ്റിയിലെ കുങ്കുമം എന്റെ നെറ്റിയിലെത്തും. എന്താ, റെഡിയല്ലേ? അല്ല. അതെന്താ? ആ, ഞാനൊരു ഉപകാരം ചെയ്യാന്ന് കരുതിയപ്പോ വേണ്ട. ഇക്കാലത്ത് ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യരുന്ന് പറയുന്നത് വെറുതെ അല്ല. എടാ കള്ള കൃഷ്ണ, ഐഹിക സുഖങ്ങളെല്ലാം ത്യജിച്ച ഗൗതം ബുദ്ധന്റെ പേരെ നിങ്ങൾക്ക് തീരെ ചേരില്ല. നിങ്ങൾക്കിടാൻ പറ്റിയ പേര് കാമദേവനെന്നാ. എങ്കിൽ പിന്നെ നീ എന്നെ അങ്ങനെ നിന്നെ വിളിച്ചോ. അയ്യടാ, ഷോർട്ടായിട്ട് കാമൂന്ന് വിളിക്കാം. ലിപ് ലോക്ക് ചെയ്യാതെ തന്നെ എന്റെ നെറ്റിയിലെ കുങ്കുമം സാറിന്റെ നെറ്റിയിലെത്തിക്കാം. നീ മിന്നും വിൺതിങ്കൾ വെൺതൂവലായി എൻ മനം മെല്ലെ തലോടുന്നുവോ. സിന്ദൂരമേന്തുന്ന സായന്തനം വിടവാങ്ങിയിടവേ പൊൻതാരകപ്പന്തലിൻ കീഴിലായി പ്രിയമോദാമോ. ആമ്പലേ നീലാമ്പലേ അരിയനില പൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു. ആമ്പലേ നീലാമ്പലേ അരിയനില തൂകുമൊരല അതിലോലം പുണർന്നു പൊഴിഞ്ഞു. ശരിയായില്ല. ആര് പറഞ്ഞു ശരിയായില്ല എന്ന്? സാറിന്റെ നെറ്റിയിൽ ശരിക്കും കുങ്കുമം പതിഞ്ഞിട്ടുണ്ട്. താങ്ക്സ്. യോ വെൽക്കം. വെൽക്കം. പിടിച്ചിരുത്തിട്ട് ഊണ് തീർന്നു എന്ന് പറയാനല്ലേ. ഇങ്ങോട്ട് വരാൻ. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് കളിവിളിയാട്ടോ അല്ലേ? ഗൗതമിന്റെ റൂം നിധി അവനും കൂടി വൃന്ദാവനമാക്കി. കണ്ണനും രാധയും കൂടി രാസലീല ആടുമ്പോ നീ മൊബൈലിൽ കുത്തി രസിക്കല്ലേ? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന് നീ ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷെ വൃന്ദാവനത്തിലെ കണ്ണനും രാധയും ഒരിക്കലും ഒരുമിച്ചിട്ടില്ല. പ്രണയിക്കാൻ മാത്രമായിരുന്നു അവരുടെ വിധി. അതുപോലെ നിധിയും ഗൗതമും പ്രണയിച്ചോട്ടെ ആന്റി. മധുരയ്ക്ക് പോയ കൃഷ്ണൻ രാധയെ മറന്നതുപോലെ ഈ കിടപ്പുകാലം കഴിയുന്നതോടെ ഗൗതം നിധിയെ മറക്കും. കാണാതെ പഠിച്ചു വെച്ച ഡയലോഗ് കൊള്ളാം. പക്ഷെ നിധി അവൻ മറക്കാൻ നീ എന്താ ചെയ്തത്? അത് പറ. ആന്റി വെറുതെ എന്നോട് ദേഷ്യപ്പെടണ്ട. നിധിയെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പ്ലാൻ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. എന്ത് പ്ലാൻ? നിധി ക്ഷണിച്ചതുകൊണ്ട് മിഥുൻ ഇന്ന് ഇവിടെ എത്തും. ഈശ്വരമംഗലത്തുള്ളവരെല്ലാരും ചേർന്ന് രണ്ടുപേരും കൈയോടെ പൊക്കും. നീ ഒന്ന് തെളിച്ചു പറ. കൊള്ളാം. ഇത്തരം തരികിട പരിപാടികളാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വെൽ ഡൺ ശിവാനി. നിന്റെ അമ്മയെ പോലെ തന്നെ നീ ഒരു തറയാണെന്ന് തെളിയിച്ചു.
ഒരു തറയ്ക്ക് മാത്രമല്ലേ മറ്റൊരു തറയെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അല്ല, ഞാൻ ആന്റി ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആന്റിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ മിഥുനോട് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടോ? പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനി ടൈം ഫിക്സ് ചെയ്യണം. ആ, ഉച്ചയ്ക്ക് ഗൗതമിനിപ്പോ നല്ലൊരു മയക്കം പതിവുണ്ട്. ആ സമയത്ത് ഇതങ്ങ് ഫിക്സ് ചെയ്യാം. എന്നാ ഓക്കെ, ഞാൻ മിഥുനെ വിളിക്കട്ടെ. ആ ശിവൻ എന്തായി? ഇവിടെ എല്ലാം റെഡിയാ. താൻ കൃത്യം 2 മണിക്ക് എത്തണം. ആ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് കയറി വരരുത്. വീടിന്റെ പിൻവശത്തെ മതിൽ ചാടി വേണം അകത്തേക്ക് വരാൻ. എന്നാലേ ഈ അവീത കഥയ്ക്ക് ഒരു ഗുമ്മുണ്ടാവൂ. ഇടോ, അതൊക്കെ ഞാൻ ഏറ്റു. മതിൽ ചാടാനുള്ള സ്ഥലം വരെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ഇതിപ്പം 2 മണി വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ചെറിയൊരു വിഷമം. ആ, കൊച്ചു കള്ളൻ. നീ സ്വന്തം ധൃതിയായല്ലേ? ഗൗതം അവളെ പുറത്താക്കുന്ന ആ നിമിഷം തന്നെ ഞാൻ അവളെ സ്വീകരിക്കും, തീർച്ച. ആ, മിക്കവാറും ഇന്ന് തന്നെ അത് നടക്കും. സ്വപ്നം കണ്ട് തുടങ്ങിക്കും. ശരി. നിധിയെ സ്വന്തമാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ ധൃതി വയ്ക്കുന്നത് അവളെ ചീത്തയാക്കാനല്ല, ഗൗതമിനെ തീർക്കാനാ. എന്നെ ഈശ്വരമംഗലത്ത് കടത്തുന്നത് വസുന്ധരയും ശിവാനിയുമാ. അതുകൊണ്ട് ഞാനാണ് മർഡറിന് പിന്നിലെന്ന് അവർക്ക് പോലീസിനോട് പറയാനാവില്ല. പോലീസിനോട് പറഞ്ഞാൽ 1-ാം പ്രതി വസുന്ധരയാകും. ആക്കും ഞാൻ. തുണി അലക്കി എന്റെ നാട് ഒടിഞ്ഞു. ഒരലക്ക് കല്ല് ഈ വീട്ടിലില്ലാത്തത് ഭയങ്കര കഷ്ടമാണ്. വലിയ ഈശ്വരമംഗലം തറവാടാണത്രേ. ഓ പിന്നെ, അലക്കുകല്ലല്ലേ ഒരു വീടിന്റെ സ്റ്റാറ്റസ് സിമ്പൽ. വാഷിംഗ് മെഷീനിൽ നനച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ കൈകൊണ്ട് നനച്ചേ പറ്റുമെന്ന് നിനക്കല്ലായിരുന്നു വാശി. ചില ഡ്രസ്സൊന്നും വാഷിംഗ് മെഷീനിലിട്ടാ ശരിയാവില്ല, എളുപ്പം കേടായി പോവും. അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ കൈകൊണ്ട് നനയ്ക്കാറുള്ളൂ. വാഷിംഗ് മെഷീനിലിട്ടാ കേടാവുന്ന ഡ്രസ്സ് അലക്കുകല്ലിൽ അടിച്ചടിച്ച് നനച്ചാൽ കേടാവില്ലല്ലോ. വല്ലാത്തൊരു പോളിസി തന്നെ. അതെ, ഇത്തരം കാര്യങ്ങളിലൊന്നും സാറ് തലയിടണ്ട. എങ്ങനെ നനയ്ക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓ ശരി. ഇപ്പൊ സാറിന്റെ ഇടത് കൈ ഇപ്പൊ ഉയർന്നു. സാർ ഒന്നുകൂടെ ട്രൈ ചെയ്യ. സാർ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കൂ സാർ. വയ്യ നിധി, എന്തോ ഒരു റിഫ്ലക്സ് ആക്ഷനിൽ കൈ പൊങ്ങിയതാ. ഇപ്പൊ പറ്റുന്നില്ല. എന്തായാലും ശരിയാവുന്നുണ്ട്. അതുകൊണ്ടാ കൈ സാറ് പോലും അറിയാതെ ഉയർന്നത്. ആയിരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ അലക്കിയ തുണിയൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ട് വരാം. ഇവിടെ ഇരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോ. നല്ല വെയിലുള്ള സമയം സർ. ഇപ്പൊ ഇട്ടാ വൈകുന്നേരത്തേക്ക് ഉണങ്ങി കിട്ടും. വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് കളയാൻ നീ കൂടി ഇരിക്കണം. എന്തിനാ ഉറക്കം കളയുന്നത്? കുറച്ചു നേരം ഉറങ്ങ്. ആക്സിഡന്റിന് ശേഷം കിട്ടിയ ദുശീലമാണ് പകലുറക്കം. എനിക്കത് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ ഓഫീസിൽ പോയി തുടങ്ങുമ്പോഴും ഉറക്കം വരും. അതൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ക്ഷീണം ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടാ. ആ കോഴ്സ് തീരുമ്പോ ഈ ക്ഷീണവും മാറിക്കോളും. രാത്രിയിലേറെ വൈകിയും ജോലി ചെയ്ത് ദിവസവും 3-4 മണിക്കൂർ മാത്രം ഉറങ്ങി ശീലിച്ചാണല്ലേ. ഇപ്പൊ നന്നായി വിശ്രമിക്കാൻ പറ്റിയ സമയം. അതുകൊണ്ട് പറ്റുന്നത്ര ഉറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന് പകലെന്നോ രാത്രിയെന്നോ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മോ, എന്നെ ഉറക്കാൻ ഇത്രയും വാദം വേണ്ട. നീ ഒരു ലോയർ ആവേണ്ടതായിരുന്നു. നിന്റെ നാക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു വക്കീലിനും കഴിയില്ല. എങ്കിലേ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ശരി, ഓക്കെ. എന്നെ ഒന്ന് കിടത്തിട്ട് പോ. കിടന്നു. തല എന്താ സാർ ഇത്? സാറിന് നാണമില്ലേ? ഉറക്കം പോയി.
ഞാൻ പോയി കഴിയുമ്പോഴേ ഉറക്കം താനെ വന്നോളൂ. സരി ഗമ പദ പെദാലേ. എന്താ ശിവാനി, ടൈമിംഗ് കൃത്യമല്ലേ? അല്ലേലും നമ്മുടെ ടൈമിങ്ങിന് ഒരു കുഴപ്പവും വരാറില്ല. ആ. അതൊക്കെ തെറ്റിക്കുന്ന ഏതോ ഒരു ശക്തി നമുക്കിട്ട് പണി തരുന്നതാ ഏറ്റവും വലിയ കുഴപ്പം. ആ ശക്തി ഇന്ന് എന്റെ കൂടെ നിൽക്കും, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശരി, ഇനി എന്ത് വേണമെന്ന് ഞാൻ പറയാം. നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ശിവാനി,